ക്ലാസ്സിൽ സൂഡോ ഫോഴ്സിനെ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫ്രെയിമിൽ നമുക്ക് പറയാം ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിമിൽ എന്താണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ് ഒക്കെ വാലിഡ് ആണ്, അവിടെ അൺആക്സലറേറ്റഡ് ഫ്രെയിംസ് ആണ്. പക്ഷേ സൂഡോ ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് ഫ്രെയിംസ്, ദാറ്റ് മീൻസ് ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻസ് ഇൻവാലിഡ് ആയിട്ട് വരുന്ന ഫ്രെയിം അവരെ നമ്മൾ വിളിക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ സൂഡോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വാല്യൂ അറിയാലോ. പിന്നെ എന്താണ് ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്, ആ ബ്ലോക്ക് എന്താണ് ആക്സിലേഷൻ 4 കിലോഗ്രാമിൽ പോകുന്നുണ്ട്. ഓക്കെ ശരി, എ ബി ഈ പറഞ്ഞ സി ഡി ഇവരൊക്കെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ എന്താണ് നോൺ ആക്സലറേറ്റഡ് ഫ്രെയിമിലാണ് ഉള്ളത്, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് ഉള്ളത്. അങ്ങനെയാണ് സമയത്ത് സൂഡോ ഫോഴ്സ് ഇൻ ദി ഫ്രെയിം ഓഫ് എനെ സംബന്ധിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. കാരണം ഇയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഇയാൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ശരിയായ ഉത്തരം വേറെയാ കിട്ടാൻ. ഇയാൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ റിലേഷനിൽ കിട്ടുന്ന ഉത്തരം ഡിഫറെൻ്റ് ആയിരിക്കും. അത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഇൻവാലിഡ് ആയിട്ട് വരും. അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷന് ഇൻവാലിഡ് ആവാണ്ട് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ സൂഡോ ഫോഴ്സ് ആക്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇയാളുടെ റെസ്പെക്റ്റിൽ വരുന്ന സൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആക്സലറേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇയാളുടെ 6 ഇൻറ്റു ഇയാളുടെ മാസ് ദാറ്റ് ഈസ് 60, സോ -60 ഐ ക്യാപ്പ് എന്ന് കിട്ടും. ഇനി ഇയാളുടെ ഫ്രെയിമിലാണെങ്കിൽ ആക്സലറേഷൻ നേരെ ഓപ്പോസിറ്റ്, ഇയാളുടെ ഓപ്പോസിറ്റ് ദാറ്റ് ഈസ് ഇയാൾ, സോ 2 ഇൻറ്റു മാസ് എത്ര 10 കിലോഗ്രാം ദാറ്റ് ഈസ് 20 ഐ ക്യാപ്പ് കിട്ടും. ഇനി സിയുടെ ആണെങ്കിലോ മുകളിലോട്ടേക്കാണെങ്കിൽ ഇവിടെ ആക്സലറേഷൻ ഇയാളുടെ മുകളിൽ ആക്സലറേഷൻ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആക്സലറേഷൻ 2 ആണ്, 2 ഇൻറ്റു മാസ് ദാറ്റ് ഈസ് 10, സോ -20 ജെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. ഇനി ഡിയിലാണെങ്കിൽ ഡി ഫ്രീ ഫോൾ ആണ്. ഓക്കെ ഫൈൻ, ഡി ഫ്രീ ഫോൾ ആണ്. ഇയാളുടെ ആക്സലറേഷൻ താഴോട്ടേക്കാണെങ്കിൽ മുകളിലോട്ടേക്ക് നേരെ ഓപ്പോസിറ്റ്. ഇനി 10 ആക്സലറേഷൻ 10 ഇൻറ്റു 10 ദാറ്റ് ഈസ് 100 ജെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 3 ഓപ്ഷൻസ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ സോ ദാറ്റ് ദി ബ്ലോക്ക് റിമെയിൻസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വെഡ്ജ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ ഈ പറഞ്ഞ കാര്യം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിലാണെങ്കിൽ ഈ പറഞ്ഞ മാസ്സായിട്ടുള്ള പാർട്ടിക്കിൾ, മാസിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, ഈ മാസിൻ്റെ മുകളിൽ ഫോഴ്സ് ഒന്ന് താഴോട്ടേക്ക് എം ജി ഉണ്ട്, ഒന്ന് ഇതിങ്ങനെ നേരെ വരക്കാം. താഴോട്ടേക്ക് എം ജി ഉണ്ട്, ഇങ്ങോട്ടേക്ക് എന്തുണ്ട് എം ജി സൈൻ തീറ്റ ഉണ്ട് ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ. പിന്നെ എന്താ ഉള്ളത്, ഒരു നോർമൽ ഉണ്ട്, പിന്നെ എം ജി കോസ് തീറ്റ നേരെ നോർമൽ ഡയറക്ഷനിലേക്ക് ഉണ്ട്, എം ജി കോസ് തീറ്റ ഉണ്ട് നോർമൽ ഡയറക്ഷനിലേക്ക്. ഫൈൻ, അപ്പോൾ സാറിനെ വെച്ചാൽ ഇതാ നോർമലിനെ റിസോൾവ് ചെയ്ത് ഇപ്രാവശ്യം താഴോട്ടേക്ക് എം ജി ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കി വെർട്ടിക്കലി ഒന്നും മൂവ് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ വെർട്ടിക്കലി ഈ പറഞ്ഞ സാധനം മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല, ഇങ്ങോട്ടേക്ക് മാത്രം ആ ബ്ലോക്കിന് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ പോകുന്നത് തോന്നുന്നത്. അപ്പോൾ വെർട്ടിക്കലി ഒന്നുമില്ല. സോ ഐ കുഡ് സേ ദാറ്റ് എൻ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് പറയാൻ പറ്റും. ഓക്കെ ഫൈൻ, ഇനി ഇവിടെ എന്തുണ്ട് എൻ സൈൻ തീറ്റ ഉണ്ട്, ഇങ്ങോട്ടേക്ക് എൻ സൈൻ തീറ്റ ഉണ്ട്, വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ട് ഇങ്ങോട്ടേക്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആകെ എൻ സൈൻ തീറ്റയുടെ വാല്യൂ എത്ര വരുന്നത്, അതെന്ന് പറഞ്ഞാൽ മാസ്, അതിൻ്റെ മാസ് ഇൻറ്റു ആക്സലറേഷൻ, പുറത്തുനിന്ന് ഒരു ഗ്രൗണ്ടിൽ കാണുന്ന ആക്കി ഇങ്ങനെ തോന്നാൻ. അപ്പോൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്തതാണ്, ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ജി ആൻഡ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു ജി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള റിസൾട്ട്. അത് ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ കിട്ടി. ഇനി നമുക്ക് എന്താ നടത്തേണ്ടത്, അടുത്തത് മെത്തേഡ് 2 നോക്കും. മെത്തേഡ് 2 നമ്മൾ ഇനി എങ്ങനെയാണ് ആര് റെസ്പെക്റ്റിൽ നോക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു വെഡ്ജ്. ഇനി വെഡ്ജാണ് നമ്മുടെ ഒബ്സർവർ. ഓക്കെ, ആരാണ് ഒബ്സർവർ, വെഡ്ജാണ്. ഓക്കെ, വെഡ്ജ് ഒബ്സർവറാണ്. ഇനി വെഡ്ജ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. വെഡ്ജ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അയാൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻ, അയാൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് വരും അല്ലേ. നമ്മൾ നേരത്തെ ഇനി നമ്മൾ ചെയ്ത ഉത്തരത്തിന് സമാനമായ ഉത്തരം വരണമെന്നില്ല, അവിടെ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻസ് ഇൻവാലിഡ് ആവും. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണം, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് കൊടുക്കണം, ഒരു സൂഡോ ഫോഴ്സ് കൊടുക്കണം. സോ സൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്സലറേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം സൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാസ്, ദാറ്റ് ഈസ് ഇയാളുടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആരുടെ, അതെന്ന് പറഞ്ഞാൽ ഒബ്സർവർ, അതായത് വെഡ്ജിൻ്റെ ആക്സലറേഷൻ അത് എ ആണ്. സോ ഐ കുഡ് സേ ദാറ്റ് ഈ എ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഫൈൻ, കൊടുത്തു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്, ദാറ്റ് മീൻസ് ഇയാൾ ഇങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് എം എ കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും. താഴോട്ടേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും എം എ സൈൻ തീറ്റ എന്ന് പറയും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ട് താഴോട്ടേക്ക് ഉണ്ട്, വേറെ എം ജി കോസ് തീറ്റ ഉണ്ട്. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടോ, ഉണ്ട്, എം ജി സൈൻ തീറ്റ ഉണ്ട്. മുകളിലോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടോ, ഉണ്ട്, നോർമൽ ഉണ്ട്. ഇനി വെഡ്ജിനെ സംബന്ധിച്ച് ഈ ബ്ലോക്ക് എന്തെന്നാ റെസ്റ്റിലാണ്, കാരണം വെഡ്ജ് കഴിക്കാൻ എൻ്റെ മേത്തിൽ ഇവൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്നല്ലേ. വെഡ്ജിനെ സംബന്ധിച്ചിട്ട് ഈ ബ്ലോക്ക് എന്തെങ്കിലും റെസ്റ്റിലാണ്, വെഡ്ജ് ഓടുന്നുണ്ടെങ്കിലും വെഡ്ജിനെ സംബന്ധിച്ച് ബ്ലോക്ക് റെസ്റ്റിലാണ്. ദാറ്റ് മീൻസ് വെഡ്ജിനെ സംബന്ധിച്ചിട്ട് ഈ ബ്ലോക്ക് ഇക്വിലിബ്രിയത്തിലാണ്. ദാറ്റ് മീൻസ് ഐ കുഡ് സേ ദാറ്റ് നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എം ജി അല്ല എം എ സൈൻ തീറ്റ പ്ലസ്
എം ജി കോസ് തീറ്റ. ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിൽ റൈറ്റിലേക്ക് ഒന്നും പോകുന്നില്ല. ദാറ്റ് മീൻസ് എം ജി സൈൻ തീറ്റ ഇസ് ഇക്വൽ ടു എം എ കോസ് തീറ്റ എം ഗോൺ ആൻഡ് ജി ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു ആക്സലറേഷൻ. അപ്പോൾ ഇത് നോക്കിയോ, ആക്സലറേഷൻ ഇസ് ഇക്വൽ ടു ജി ടാൻ തീറ്റ നേരത്തെ കിട്ടിയ വാല്യൂ ഇതാ കിട്ടിയില്ലേ, അതെനിക്ക് ഇപ്പം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് മാസ് എം ഡാഷ് സോ ദാറ്റ് ദി ബ്ലോക്ക് എ റിമെയിൻസ് അറ്റ് റെസ്റ്റ് അറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റം ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാസ് 3M. അപ്പോൾ ഈ 3M ബ്ലോക്ക് എന്ന് വിചാരിക്കും, ഇതിനെല്ലാം കൂടി ഒരു 3M ബ്ലോക്ക് എന്ന് വിളിക്കുക. 3M ബ്ലോക്കിനുള്ള ആക്സലേഷനും എം ഡാഷിനുള്ള ആക്സലേഷനും സെയിം ആണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഉണ്ടാക്കും സെയിം ആക്സലേഷൻ എന്ന് പറയുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഒരു സ്ട്രിങ്ങിലാണ് അറ്റാച്ച്ഡ്. ഓക്കെ ഫൈൻ. ഇനി ഇവിടെ പറഞ്ഞാൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ സോ ദാറ്റ് ബ്ലോക്ക് എ. ബി എന്ന് പറയുന്ന ബ്ലോക്കിനെ സംബന്ധിച്ച് എ റെസ്റ്റിലാവണമെങ്കിൽ ആക്സലേഷൻ എത്രയായിരുന്നു? ഇപ്പോൾ ലാ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ, ദാറ്റ് ഇസ് ജി ടാൻ തീറ്റ. സോ ഈ പറഞ്ഞ ആക്സലേഷൻ്റെ വാല്യൂ ദാറ്റ് ഇസ് ജി ടാൻ തീറ്റയാണ്. സോ ആക്സലേഷൻ്റെ വാല്യൂ ഡി ടാൻ തീറ്റ ആണെങ്കിൽ എങ്ങനെയാണ് ആക്സലേഷൻ കണ്ടെത്താൻ? ദാറ്റ് ഈസ് എം ഡാഷ് ജി മൈനസ് ഇവിടെ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് ഒന്നുമില്ല, ഇവിടെ എന്താ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് എം ഡാഷ് പ്ലസ് 3M ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ തന്ന ആക്സലേഷൻ ജി ടാൻ തീറ്റ എന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടെത്താൻ എം ഡാഷിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതാവുള്ളൂ. ഓക്കെ, നമ്മൾ ജി എഫക്റ്റീവിൻ്റെ കൺസെപ്റ്റ് പഠിക്കാൻ പോകണം. ജി എഫക്റ്റീവിൻ്റെ കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്ക്, ഒരു കയറുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ പുറത്തുനിന്ന് ഒരാളെ സംബന്ധിച്ച് എന്താ തോന്നാൻ? അയാൾക്ക് എന്താണ് എം ജി ഇസിക്വൽ ടു ടെൻഷൻ. ഓക്കെ, ഇനി ഒരു ആക്സൈറ്റഡ് ഫ്ലെയിമിലാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വേറെ എന്തൊക്കെയോ തോന്നും. പക്ഷേ ലിഫ്റ്റിനുള്ള ആൾക്ക് എന്താ സംഭവം തോന്നാൻ? ലിഫ്റ്റിനുള്ള ആൾക്ക് തോന്നാൻ ടെൻഷൻ ഇസിക്വൽ എം ജി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ വാലിഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൂഡോ ഫോഴ്സും കൂടി അപ്ലൈ ചെയ്യും. സൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്സലേറ്റഡ് ഫ്രെയിമിൻ്റെ നേരെ ഓപ്പോസിറ്റ് എം എ. അപ്പം ഇയാൾക്ക് ഇനിയിപ്പം എന്തെന്ന് തോന്നുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. ദാറ്റ് മീൻസ് ടി ഇസ് ഈക്വൽ ടു എം പ്ലസ് ജി പ്ലസ് എ എന്ന് തോന്നും. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കയറി കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് തോന്നുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ തോന്നാൻ? അയാൾക്ക് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ടാണ് തോന്നാൻ അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ലോകത്ത്, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വേറെ ലോകം വിചാരിച്ചോ, വേറൊരു എർത്താണ് വിചാരിച്ചോ, അവിടെയുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജി എഫക്റ്റീവ്. അതെന്ന് പറഞ്ഞാൽ ജി പ്ലസ് എ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക വെൻ ദി ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, എന്നാലും ജി പ്ലസ് എ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ലിഫ്റ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലോകത്തിനുള്ളിൽ, ലിഫ്റ്റിൻ്റെ ഉള്ളിലെ ലോകത്തിൽ ആ ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജി മൈനസ് എ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഓരോ പ്രാവശ്യം ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ജി എഫക്റ്റീവ് മാത്രം കണ്ടെത്തിയാൽ മതി. അന്നേരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അഥവാ നമ്മുടെ ഈ പറഞ്ഞ ആക്സലേറ്റഡ് ഫ്ലെയിം ഇങ്ങോട്ടേക്കാണ് പോകുന്നത് വിചാരിച്ചോ, ഫ്രെയിം ഇങ്ങോട്ടേക്കാണ്. അപ്പം താഴോട്ടേക്ക് ജി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്യുക. താഴോട്ടേക്ക് ജി, ഇങ്ങോട്ടേക്ക് ഒരു എ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും ഇടയിൽ നമുക്ക് റൂട്ട് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അത് എഫക്റ്റീവായിട്ട്. പക്ഷേ അത് നമുക്കിവിടെ ആവശ്യമില്ല. അത് നമ്മൾ എവിടെ SHMലൊക്കെ നോക്കും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു മാസ് പാർട്ടിക്കിൾ. ഓക്കെ, അതിവിടെ വെച്ചിട്ട് നമ്മളോട് നോർമൽ ഫോഴ്സാണ് എത്താൻ പറയുന്നത്. അപ്പം എന്താ സംഭവം? ഇയാൾ ലിഫ്റ്റിനുള്ളിലുള്ളത്. നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് വേറെ തന്നെ പോലെ തോന്നും. താഴോട്ടേക്ക് വേറെ എന്തൊക്കെയുണ്ട്. നമ്മൾ എന്ത് ലിഫ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പറയാൻ പറ്റും? എം ജി നോർമൽ മൈനസ് എം ജി ഇസിക്വൽ ടു എം എ. അതൊക്കെ കണ്ടെത്താൻ മെനക്കെടാം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നോക്കുക. ലിഫ്റ്റിൻ്റെ പുറത്ത് നോക്കുന്നതിനേക്കാൾ നല്ല ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നോക്കുന്നതാണ്. അപ്പോൾ അവിടെ വളരെ സിമ്പിളായിരിക്കും. കാരണം ആ ലോകത്തിൻ്റെ ഉള്ളിൽ, ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ലോകത്ത് അവിടെ ജിൻ്റെ പകരം, നോർമൽ ജിയുടെ പകരം അവിടെ ജി പ്ലസ് എ ആണ് ഉണ്ടാവുക. സോ നമുക്ക് പറയാൻ പറ്റും താഴോട്ടേക്ക് എം ജി പ്ലസ് എ ഉണ്ടെന്ന് അയാൾക്ക് തോന്നും. കാരണം ഇക്വിലിബ്രിയത്തിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ റിയാക്ഷൻ. ഇത്രയും വേഗം കിട്ടി. ഇനി എന്താണ് ഇവിടെ ടെൻഷൻ? ഇത് നോർമലായിട്ട് ടെൻഷൻ കണ്ടെത്താൻ ഇങ്ങനെ ടെൻഷൻ കണ്ടെത്താൻ വെച്ചാൽ അത് ആക്സലേഷൻ കണ്ടെത്തണം. ദാറ്റ് ഈസ് 30 മൈനസ് 20 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ആക്സലേഷൻ 2 കിട്ടും. ആക്സലേഷൻ 2 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 30 മൈനസ് ടി ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ 30 ടി ഇസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മളില്ലേ ഒരു ആക്സലേറ്റഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻ അല്ല ഈ പറഞ്ഞ കയറിൻ്റെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ സാധാരണ പോലെ എന്താണ് ഇവിടെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? പോയിട്ട് സൂഡോ ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അതിനൊക്കെ സമയം വേസ്റ്റ് ആക്കണം. ഇയാൾക്ക് സൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഇയാൾക്ക് സൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. വളരെ വെറുതെ സൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക? ജി എഫക്റ്റീവ് എന്താ നോക്കാം. ഇപ്പോൾ ഈ ലോകത്തിലുള്ള ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജി പ്ലസ് 2. കാരണം നേരെയാണ് ജി പ്ലസ് 2 ദാറ്റ് ഈസ് 12. അപ്പോൾ ഈ ലോകത്തിനുള്ളിൽ, അപ്പോൾ വേറൊരു ലോകത്തേക്ക് എത്തി. അവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 12 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ 3 × 12 മൈനസ് 2 × 12 ഡിവൈഡഡ് ബൈ 5 ഇസിക്കൽ ആക്സലറേഷൻ. അങ്ങനെ ചെയ്യുക. ആക്സലറേഷൻ കിട്ടാൻ നോർമലായിട്ട് ടെൻഷൻ കണ്ടെത്തുന്ന പോലെ തന്നെ. ഇനി ഇവിടെയാണെങ്കിലോ ഇതെന്താ പരിപാടി? സെയിം. ഈ ലോകത്തിൻ്റെ ഉള്ളിൽ എന്താണ് ആക്സലറേഷൻ? ദാറ്റ് ഈസ് 12. ഇനി എന്താ 12 ആണെങ്കിൽ എന്താണ് താഴോട്ടേക്ക് 12 സൈൻ തീറ്റ, അല്ല 12 സൈൻ തീറ്റയിലേക്ക് പോകുന്നുണ്ട്. ആംഗിൾ 12 സൈൻ തീറ്റ വിചാരിച്ചോ.
അപ്പം താഴോട്ടേക്ക് ഇതാണ് ഫോഴ്സ് 12 സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. നമുക്ക് ആക്സലേഷൻ അറിയാം, ലെങ്ത് അറിയാം, SU പ്ലസ് ഹാഫ് സ്ക്വയർ ഉപയോഗിക്കാം, ടൈം കിട്ടും, വളരെ സിമ്പിളായിട്ട് ഡൺ. ജി എഫക്റ്റീവ് ആണ് ഇതെല്ലാം. പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.√L/G. പക്ഷേ ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെ ജിയുടെ പകരം എന്താ ജി എഫക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ G+A ആവാം, G-A ആവാം, ഓരോ കേസസ് ഉണ്ട്. എന്താ നോർമൽ പ്രൊജക്ടൈൽ മോഷനിൽ വരെ എന്താ പ്രൊജക്ടൈൽ മോഷൻ നോർമലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാം. പക്ഷേ ഒരു ആക്സിലേറ്റഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെ എന്താവും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10ൻ്റെ പകരം ഇവിടെ 10+2 ആവും. ദാറ്റ് മീൻസ് 12 ആവും. പിന്നെയുള്ള ബാക്കി എല്ലാ പരിപാടികളും നോർമലായിട്ട് ചെയ്യുക. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 12 എന്നുള്ള ലോകത്തിലേക്ക് എത്തിയ പോലെ ആയി. അപ്പോൾ അതാണ് ഇവിടെ ആണെങ്കിൽ എന്താണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്ത് റിലേറ്റീവ് മോഷനിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. റിലേറ്റീവ് മോഷനിലായിട്ട് ഇയാൾക്ക് തോന്നുന്നത് എന്താ, ഇയാളുടെ വെലോസിറ്റി എങ്ങനെയാണ്, വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് ബോൾ വിത്ത് റെസ്പെക്ട് ടു മാൻ ലിഫ്റ്റ് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ പക്ഷേ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലോകത്തിലെത്തിയിട്ടുണ്ട്. അവിടെ ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 12 ആണ്, 10+2 12 ആണ്. എന്നിട്ട് നോർമലായിട്ട് എന്താണ് T=√2h/G എഫക്റ്റ് ദാറ്റ് ഈസ് 12 അപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ. ഇതെല്ലാ പരിപാടികളും സെയിം പരിപാടി തന്നെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് ശരിക്കും നോക്കേണ്ട ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ആക്സലേഷൻ ഓഫ് 4 kg ആൻഡ് 6 kg ബ്ലോക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉള്ളിലുള്ള ആളെ നോക്കാം, കാര്യം നോക്കാം. ഉള്ളിലുള്ള ആളെ സംബന്ധിച്ചിട്ട് ഇവിടെ ആക്സലേഷൻ 2 ആണെങ്കിൽ 12 ആണ്, ടോട്ടൽ 12 ആണ്. അപ്പോൾ ഈ ലോകത്തിനുള്ളിൽ എത്തി 12 ആണ് ആക്സലേഷൻ. ശരി, 12 × 6 ദാറ്റ് ഈസ് 72 മൈനസ് 12 × 4 ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് ബി എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എത്രയാണ് കിട്ടാൻ 24/10 എന്ന് പറയും. ദാറ്റ് ഈസ് 2.4 എന്ന് പറയും. ഓക്കെ, അപ്പം ആക്സലേഷൻ ഓഫ് ലൈൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 2.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ്. കാരണം എന്തുകൊണ്ട് തെറ്റ്? വൈ? കാരണം ഈ ആക്സലറേഷൻ ഈ പറഞ്ഞ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന ആളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്സലേഷൻ, അയാൾക്ക് തോന്നുന്ന ആക്സലേഷൻ എന്ന് വെച്ചിട്ട് ഗ്രൗണ്ടിലുള്ള ആളെ തോന്നുന്ന ആക്സലേഷൻ ഇത് ആവണം എന്ന് ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വർത്താനം നിങ്ങൾ പറയുന്നത്. അപ്പോൾ നേരത്തെ എല്ലാം ആണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളെന്തൊക്കെ നോക്കി ടൈം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത്, അത് ഇയാളെ സംബന്ധിച്ച ടൈമല്ലേ മനുഷ്യ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലായാലും ടൈം സെയിം തന്നെയാണ്. ഓഹോ, അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇയാളെ സംബന്ധിച്ചിട്ടുള്ള ടൈമും പുറത്തുനിന്ന് ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിട്ടുള്ള ടൈം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ വേറെ എന്തൊക്കെ നമ്മൾ ചെയ്തിരാം. ഇവിടെ ടൈം പീരീഡ് ആണോ? ശരി, നമ്മൾ എന്താ ടെൻഷൻ ഫോഴ്സ് ആണെങ്കിലോ ടെൻഷൻ ഫോഴ്സുകൾ അല്ലെങ്കിൽ എന്താണ് നോർമൽ ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലും നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന ആൾക്കുള്ള നോർമൽ ഫോഴ്സും പുറത്തുനിന്ന് ഇരിക്കുന്ന ആൾക്കുള്ള നോർമൽ ഫോഴ്സും ഒരേപോലെ തന്നെയാണ് അനുഭവപ്പെടാൻ. പ്രൊവൈഡഡ് ദാറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളുടെ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ കറക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ സൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ്. പക്ഷേ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇയാൾക്ക് അനുഭവപ്പെട്ട ആക്സലറേഷൻ ആയിരിക്കണം എന്നില്ല. ഒരു ഗ്രൗണ്ടിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന ആക്സലറേഷൻ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്താണ് ആക്ച്വൽ ആക്സലറേഷൻ എന്നല്ലേ പറയാൻ പറ്റും. ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റാ അല്ലെങ്കിൽ എന്താണ് ഈ മനുഷ്യനെ അതുപോട്ടെ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബി മൈനസ് ആക്സലറേഷൻ ഓഫ് ലിഫ്റ്റ്. സോ ഇത് ഇയാളെ സംബന്ധിച്ച് എത്ര താഴോട്ടേക്ക് -2.4. സോ -2.4 ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബി. ഇതാണ് കണ്ടെത്താൻ പറയുന്നത് ഗ്രൗണ്ടിൻ്റെ ആക്സലറേഷൻ ഓഫ് ലിഫ്റ്റ് ദാറ്റ് ഈസ് 2. സോ ദാറ്റ് ഈസ് ആക്സലറേഷൻ ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു -0.4 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അതേപോലെ തന്നെ ആക്സലറേഷൻ ഓഫ് എയും കൂടി കണ്ടെത്താൻ പറ്റും. ശരി, ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സ് ഓഫ് ബോയൻസി എക്സൈറ്റഡ് ബൈ അറ്റ്മോസ്ഫിയർ ഓൺ എ ബലൂൺ ബി ഇസ് അപ്വേർഡ് ഡയറക്ഷനിലാണ്, മോളോട്ടേക്ക് ആണ്. ആൻഡ് ഫോഴ്സ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഓൺ ദി ബോൾ ആക്ട്സ് ഓപ്പോസിറ്റ് ടു ഇറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്. ദാറ്റ് മീൻസ് എന്താ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് kV² kV ആണെന്ന് പറയാം അല്ലേ. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ആണ്, -kV. ഓക്കെ, അപ്പോൾ പറയാൻ വെച്ചാൽ ഫോഴ്സ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഓൺ ബോൾ ആക്ട്സ്. ഓക്കെ, ശരി. ദ ബലൂൺ ക്യാരീസ് എ മാസ് m ആണ്, ഈസ് ഫൗണ്ട് ടു ഫോൾ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ബലൂൺ എന്താണ് താഴോട്ടേക്ക് വീഴാണ്. താഴോട്ടേക്ക് എന്തുണ്ട് mg ഉണ്ട്. പിന്നെ മുകളിലോട്ടേക്ക് എന്തുണ്ട് ഫോഴ്സ് ഓഫ് ബോയൻസി എക്സേർട്ടഡ് ദാറ്റ് ഈസ് ഓൾവേസ് അബവ്. പിന്നെ താഴോട്ടേക്ക് പോകുന്നത് കൊണ്ട് മുകളിലോട്ടേക്ക് എന്തുണ്ട് നമ്മുടെ എയർ റെസിസ്റ്റൻസിൻ്റെ ദാറ്റ് ഈസ് kV. k നമ്മൾ കൊടുത്തതാട്ടോ, എന്തോ ഒരു k എനിക്ക് അറിഞ്ഞൂടാ അത്. ശരി, പിന്നെന്താ വേണ്ടത് ഹൗ മച്ച് മാസ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദി ബലൂൺ ദാറ്റ് ഇറ്റ് മേ റൈസ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി b എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം മാസസ്. ദാറ്റ് മീൻസ് mg ഇസ് ഈക്വൽ ടു b + kv എന്ന് പറയാൻ പറ്റും. ഫൈൻ. ഇനി കുറച്ച് അവർ പറയുന്നത് വെച്ചാൽ എത്ര മാസിൻ്റെ അകത്ത് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മാസുകൾ ഒഴിവാക്കി വിചാരിച്ചോ. ദാറ്റ് ഈസ് m - x ഒഴിവാക്കി. m - x ഒഴിവാക്കി കഴിഞ്ഞാൽ താഴോട്ടേക്ക് എന്തുണ്ട് എപ്പോഴും mg ഉണ്ട്, മുകളിലോട്ടേക്ക് ബോയൻസി ഉണ്ട്. ഇനി മുകളിലോട്ടേക്ക് എത്ര കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലേക്ക് പോകണം പോലും. മുകളിലോട്ടേക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പോകണം താഴോട്ടേക്കാണ് നമ്മളെ kv ഉണ്ടാവുക.
അങ്ങനെ ആവുന്ന സമയത്ത് ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു കെ വി പ്ലസ് എം ജി എന്ന് പറയാൻ പറ്റും. എം ജി അല്ല, എം മൈനസ് എക്സ്, എത്ര മാസം ഒഴിവാക്കിയ ജി. എന്നിട്ട് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ആ എക്സ് അതാ മാസ് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സിമിലർ ആണ്. എം ടി പ്ലാസ്റ്റിക് ബോക്സ് ഓഫ് എം ഉണ്ട്, നമ്മൾ വെള്ളത്തിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അയാളുടെ ആക്സലേഷൻ G/6 പോകുന്നുണ്ട്. ശരി, അയാളുടെ മുകളിൽ അനുഭവപ്പെടുന്ന ഒരു മാസ് എം ഉണ്ട്. മുകളിലോട്ടേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഒരു ബോയൻസി ഉണ്ടാവും. നമ്മൾ കുറച്ച് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നുണ്ട്. താഴേക്ക് ഉണ്ട് എം ജി ഉണ്ട്. ഓക്കെ, വെൻ പ്ലേസ് ഡീപ്പ് ഇൻസൈഡ്. ഓക്കെ, ശരി, ഇവിടെ നിന്നുള്ള ഇത് എഴുതി വെക്കാം. ബി മൈനസ് എം ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ബൈ ജി അല്ല എം ജി ബൈ 6. ഓക്കെ, ഒരു ഇക്വേഷനായി. അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത എന്താണ്? നമ്മൾ എത്രയോ ഹൗ മച്ച് സാൻഡ് ഷുഡ് ബി പുട്ട് ഇൻസൈഡ് ദി ബോക്സ് സോ ദാറ്റ് ഇറ്റ് മേ ആക്സലറേറ്റ് ഡൗൺ അറ്റ് ദി റേറ്റ് G/6. അപ്പോൾ നമ്മൾ എത്രയോ പെർട്ടിക്കുലർ എക്സ്ട്രാ മാസ് ആഡ് ചെയ്ത്, ദാറ്റ് ഈസ് എം പ്ലസ് എം ഡാഷ്. എം ഡാഷ് ആഡ് ചെയ്തപ്പോൾ താഴോട്ടേക്ക് എന്തുണ്ട്? എം ജി ഉണ്ട്. മുകളിലോട്ടേക്ക് എന്തുണ്ട്? നമ്മുടെ ബോയൻസി ഉണ്ട്. സോ എം ജി മൈനസ് ബോയൻസി, അത് എത്ര താഴോട്ടേക്ക് എത്ര പോകണം? G/6 ആക്സലേഷനിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എം പ്ലസ് എം ഡാഷ് ഇൻറ്റു G/6. ഇനി സോൾവ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻസ് എന്താ നമുക്ക് വേണ്ട എം ഡാഷിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആരുടെ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റ് തന്നെയാണ് കിട്ടാൻ. ഓക്കെ, ഇതുവാണെങ്കിൽ ഉള്ളിലുള്ള ലിഫ്റ്റിൻ്റെ ആളെ സംബന്ധിച്ച്, കാരണം നോർമൽ ഫോഴ്സ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അല്ലേ, ഫ്രെയിം ഇൻഡിപെൻഡൻ്റ്. അപ്പം ഉള്ളിൽ കയറിയ ആളെ സംബന്ധിച്ചിട്ട് ഇവിടെ എന്താ എഫക്റ്റീവ് ജി, ദാറ്റ് ഈസ് G-8 ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ ബോഡി അയാൾക്ക് എന്തായിരിക്കും? എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, എന്താണ് ഇക്വിലിബ്രിയത്തിൽ കാണാൻ. മുകളിലോട്ടേക്ക് എന്തുണ്ട്? നോർമൽ ഉണ്ട്. താഴോട്ടേക്ക് എന്തുണ്ട്? എം ജി ഉണ്ട്. എം എന്ന് പറഞ്ഞാൽ അയാളുടെ മാസ്. അയാളുടെ മാസ് എത്ര കൊടുത്തിട്ടുള്ളത്? 0.5 ജി എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നുന്ന എഫക്റ്റീവായിട്ട് ജി, ദാറ്റ് ഈസ് 8. സോ ഈ കുഡ് സേ നോർമൽ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയാൻ പറ്റും. ഇനി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണെങ്കിൽ സെയിം ഉത്തരം തന്നെയാണ് കിട്ടാൻ. ഇനി ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം വെച്ചാൽ രണ്ട് ബോഡീസ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് രണ്ട് ബോഡീസും ഒരുമിച്ച് തന്നെ പോകും, ഒരേ ആക്സലേഷൻ തന്നെ പോകും. കാരണം ഒരേ ആക്സലേഷൻ പോയിട്ടില്ലെങ്കിൽ ഇയാൾ വേറെ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നോർമൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പം ഇയാൾ കുറച്ചുകൂടി സ്ലോവർ ആയി വിചാരിച്ചോ, ഈ 2 കിലോഗ്രാം ബ്ലോക്ക്. അപ്പോൾ ഇവർ രണ്ടാളും കോൺടാക്റ്റ് വിട്ടു. ഓക്കെ, അങ്ങനെ കോൺടാക്റ്റ് വിട്ട് ഇവിടെ നോർമൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ ഈ 3 കിലോഗ്രാം ബ്ലോക്കിന് ആര് ആക്സലേഷൻ കൊടുത്തു? ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ. കാരണം അയാൾ കംപ്ലീറ്റ്ലി നോർമൽ ഫോഴ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എന്തായാലും ഇവർക്ക് രണ്ടാക്കും ഒരേ ആക്സലേഷൻ ഉണ്ടാവണം. ഒരേ ആക്സലേഷൻ ഉണ്ടാവണം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് ഒരു സിസ്റ്റമായിട്ട് എടുക്കാം. സിസ്റ്റം ആണെങ്കിൽ ആകെ ഒരു ഫോഴ്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, ദാറ്റ് ഈസ് 20. സോ 20/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് ആക്സലറേഷൻ. 4 കിട്ടിയിട്ടുണ്ട്. നോർമൽ ഫോഴ്സ് കിട്ടുകയാണെങ്കിൽ 3 കിലോഗ്രാം ബ്ലോക്കിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് അപ്പം അവിടെ അയാളുടെ മുകളിലുള്ള ഫോഴ്സ് ആകെ നോർമലുള്ളൂ. സോ നോർമൽ ഈസ് ഈക്വൽ ടു 3 × 4 ദാറ്റ് ഈസ് 12 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഇതും അതേപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജസ്റ്റ് ഇതേ സെയിം ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ തീറ്റ എന്ന രീതിയിൽ വരും, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കോൺസ്ട്രെയിൻ മോഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാസ് ബോഡി രണ്ടും നമ്മളൊരു കയറുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ കയറായിട്ട് അറ്റാച്ച് ആയിട്ട് രണ്ട് മാസ് ബോഡികൾക്കും ഒരേ ആക്സലറേഷൻ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അഥവാ ഇവർക്ക് രണ്ടൊക്കെ ഡിഫറെൻറ്റ് ആക്സലറേഷൻ ആണ്, ആ കയർ പൊട്ടിപ്പോകും സ്വാഭാവികമായിട്ടും. അപ്പോൾ കയർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾക്കൊക്കെ ആരാണ് ആക്സലേഷൻ കൊടുത്തത്? ടെൻഷനാണ് ആക്സലേഷൻ കൊടുത്തത്. അപ്പോൾ കയർ പൊട്ടിയിട്ടാണ് ടെൻഷൻ ഇല്ലെങ്കിൽ ഇയാൾക്ക് ആര് ആക്സലേഷൻ കൊടുത്തു? അപ്പോൾ നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് എന്താണ് കോൺട്രഡിക്ഷൻ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇയാൾക്ക് ഒരു ആക്സലേഷൻ ഉണ്ട് എന്നാണ്. സോ എന്തായാലും നമുക്ക് കോൺട്രഡിക്ഷൻ ആവുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും ഒരേ ആക്സലേഷനാണ് പോകുന്നത്. അതാണ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ എന്ന് പറയാൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇനി എന്താണ് നമ്മൾ ഈ ഫുൾ കാര്യങ്ങൾ സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കയറിനെ സംബന്ധിച്ചിട്ട് ആ കയറിലേക്കുള്ള രണ്ട് ബോഡീസ് ഒരു കയറിലേക്ക് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ ബോഡീസിൻ്റെ കയറിൻ്റെ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റീസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ബോഡീസിൻ്റെ കയറിലെ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി, അല്ലാണ്ട് ഇയാൾക്ക് മേ ബി ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഉണ്ടാവാം, ഒന്നും കുഴപ്പമില്ല. ഇയാൾക്ക് മേ ബി ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഉണ്ടാവും, ഇയാൾക്ക് ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഉണ്ട്, എന്തോ ആവാം. പക്ഷേ കയറിൻ്റെ ഡയറക്ഷനിലേക്കുള്ള ഇയാളുടെ വെലോസിറ്റിയും ഇയാളുടെ കയറിൻ്റെ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റിയും അത് സെയിം ആയിരിക്കണം. കാരണം അത് സെയിം അല്ലെങ്കിലാണ് കയർ കൂട്ടുക. ഇയാൾ മുകളിലേക്ക് പോയാൽ കയർ കൂട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആവുന്നല്ലേ ഉള്ളൂ. പക്ഷേ കയറിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി സെയിം ആവണം എന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു കാര്യം അപ്ലൈ ചെയ്ത് നോക്കാം. സാർ ഇവിടെ നമ്മൾ ചോദിച്ചു നോക്ക്, ഈ പറഞ്ഞ A1 cos തീറ്റ എന്ന രീതിയിലല്ല ചെയ്യേണ്ടത്. നമ്മൾ പറയണം ഈ രണ്ട് ബോഡീസിൻ്റെയും കയറിൻ്റെ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റീസ്, അതായത് സ്ട്രിങ്ങിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റീസ്. അങ്ങനെ ആകുമ്പോൾ ഇയാളുടെ വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സലേഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്ത് ആയിക്കോട്ടെ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇയാളുടെ ആക്സലേഷൻ, ഇയാൾക്കൊരു ആക്സലേഷൻ ഉണ്ട്, അത് അയാളുടെ കയറിൻ്റെ ആക്സലേഷൻ. ശരി ആക്സലേഷൻ ദാറ്റ് മീൻസ് A1. ഓക്കെ, പിന്നെ ഇയാൾക്കൊരു ആക്സലേഷൻ A2. സോ അയാളുടെ ആക്സലേഷൻ കയറിൻ്റെ ഡയറക്ഷൻ ദാറ്റ് മീൻസ് A2 cos തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു A1 എന്ന് പറയാൻ പറ്റും. ഇതാണ് കറക്റ്റ് റിലേഷൻ, അല്ലാണ്ട് A1 cos തീറ്റ ഇസ് ഈക്വൽ ടു A2 എന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിൻ്റെ ആക്സലേഷനിലേക്ക് കമ്പനൻ്റ് ആയിട്ട് പോകണം, അങ്ങനെ ആക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് ഇയാൾക്കൊരു ആക്സലേഷൻ A2 ഉണ്ട്, അത് കയറിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുക, ദാറ്റ് ഈസ് A2 cos തീറ്റ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു A1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, കറക്റ്റാണ്.
ഇതാണെങ്കിൽ വെലോസിറ്റി കറണ്ട് ഡയറക്ഷനിലേക്ക്, ദാറ്റ് ഈസ് V1 cos തീറ്റ. ഓക്കെ, ഇതാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇത് തീറ്റ തന്നെ, θ2, ദാറ്റ് മീൻസ് V2 cos θ2 എന്ന് പറയാൻ പറ്റും. ഇതാണെങ്കിൽ കയറായിക്കോട്ടെ റോഡായിക്കോട്ടെ, കാരണം വെച്ചാൽ റോഡാണെങ്കിലും സെയിം പരിപാടി തന്നെയാണ്. റോഡ് അഥവാ റോഡിൻ്റെ ഡയറക്ഷനിലേക്ക് രണ്ടുപേർക്കും വെലോസിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ച് നോക്കുക, ആ റോഡ് മേ ബി പൊട്ടണം, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ എലോങ്കേറ്റ് ചെയ്യണം. പക്ഷേ റിയൽ ലൈഫിൽ അത് നടക്കുന്നില്ല. റോഡ് റിജിഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും V1 cos θ1, അതാണ് ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ളത്, റോഡിൻ്റെ ഡയറക്ഷനിലായിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 cos θ2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ, റൈറ്റ്.